മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 77ാമത്തെ ദശകത്തിൽ 1ഉം 2ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 1ാമത്തെ ശ്ലോകം. സൈരന്ധ്ര്യാസ്തദനുചിരം സ്മരാതുരായ യാതോ ഭൂ സലളിതമുഗ്ധവേന സാർദ്ധം ആവാസം തുതുപഗമോത്സവം സദൈവ ധ്യായന്ത്യാ പ്രതിദിനവാസസജ്ജികായാ. അത് കഴിഞ്ഞതിന് ശേഷം ഉദ്ധവനെ പറഞ്ഞയച്ചു. ഉദ്ധവൻ തിരിച്ചു വന്നു. അതിനുശേഷം ഭഗവാൻ സൈരന്ധ്രിയുടെ ഗൃഹത്തിലേക്ക് പോയിട്ട് ആ സൈരന്ധ്രിയെ സന്തോഷിപ്പിച്ചു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയണത്. ശ്ലോകത്തിലും അടുത്ത ശ്ലോകത്തിലുമൊക്കെ ഇതാണ് പറയണത്. സൈരന്ധ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന് നേരത്തെ മധുരയിലേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത്, അവിടെ മധുരാ ദർശനത്തിന് വേണ്ടി രാജവീഥിയിൽ കൂടെ നടക്കുന്നതായ സമയത്ത്, സഞ്ചരിക്കുന്ന സമയത്ത് കുറിക്കൂട്ടുകൾ കൊടുത്തു. ഒരു കൂനുള്ളതായിട്ടുള്ളൊരു സ്ത്രീ എന്ന് പറഞ്ഞു. ആ കുറിക്കൂട്ടുകാരി ആണ് പറയണത്. അവളെ സ്പർശിച്ചുകൊണ്ട് അവരുടെ ഒന്ന് ഒഴിഞ്ഞിട്ട് അവളുടെ കൂന് മാറ്റി സുന്ദരിയാക്കി തീർത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സുന്ദരിയായിട്ടുള്ളതായിട്ടുള്ള സൈരന്ധ്രി തൻ്റെ സൗന്ദര്യം അങ്ങോട്ട്, തൻ്റെ പോരായ്മകളൊക്കെ ഭഗവാൻ മാറ്റിയപ്പോൾ വളരെ സന്തോഷമായിട്ട് എന്ന് മാത്രമല്ല, ഭഗവാന് അത്യധികമായിട്ടുള്ള അനുരാഗം ഉണ്ടായി എന്ന്. അപ്പം അന്ന് തന്നെ പറഞ്ഞു പോയി വരട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ അവൾ യാത്ര ആക്കി എന്നൊക്കെ പറഞ്ഞു. അതായത് അനുരാഗത്തോട് കൂടിയിട്ടുള്ളതായിട്ടുള്ള ഒരു നോട്ടം ആ സൈരന്ധ്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. വളരെ കുറേ നേരം നോക്കി നിന്നു എന്നുള്ളത് പറയുകയുണ്ടായി. ആ സൈരന്ധ്രിയെ കാണാനായിട്ട് ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഭഗവാൻ നേരത്തെ. അപ്പോൾ അത് ശരി, പോയി കാണാം, വരാമെന്ന് പറഞ്ഞപ്പോൾ ആ അനുരാഗത്തോടു കൂടി ഇരിക്കുന്നതായിട്ടുള്ള ആ സൈരന്ധ്രിയെ പോയി കാണണം എന്ന് ഭഗവാൻ തീർച്ചയാക്കിയിട്ട് ചെന്നു എന്നാണ് പറയണത്. സൈരന്ധ്ര്യാഹ തദനു അനന്തരം, അതായത് ഈ ഉദ്ധവൻ മടങ്ങി വന്നതിന് ശേഷം, വ്രജത്തിൽ നിന്ന്, ഗോകുലത്തിൽ നിന്ന് ഉദ്ധവൻ മടങ്ങി വന്നതിന് ശേഷം, ചിരം സ്മരാതുരായാഹ സൈരന്ധ്യാഹ, ചിരം സ്മരാതുരായാഹ, വളരെ കാലമായിട്ട്, അതായത് ഭഗവാൻ ആ വഴിയിൽ വെച്ച് കണ്ട് അവളുടെ കൂന് തീർത്തതിന് ശേഷം അന്നു മുതൽ സൈരന്ധ്രി ഭഗവാനെ കാത്തുകൊണ്ടിരിക്കുകയാണെന്ന്. എങ്ങനെ? സ്മരാതുരായാഹ, സ്മരൻ കൊണ്ട്, സ്മരൻ്റെ വികാരം കൊണ്ട് ആതുരയായിട്ട്, കാമവികാരം കൊണ്ട് ആതുരയായിട്ട് ഭഗവാനോടുള്ളതായിട്ടുള്ള അനുരാഗം, അതുകൊണ്ട് ആതുരയായിട്ട് അത്യധികമായിട്ടുള്ള അനുരാഗം ഭഗവാനോട് ഉണ്ടായി. അതുകൊണ്ടുള്ളതായിട്ടുള്ള വൈവശ്യം. സ്മരാതുരായാഹ യാതോ ഭൂഹു സലളിതമുദ്ധവേന സാർദ്ധം. അങ്ങനെ സൈരന്ധ്ര്യാ സദനുചിരം സ്മരാതുരായാഹ യാതോ ഭൂഹു, അവിടേക്ക് വാസം, അവളുടെ വാസസ്ഥാനത്തേക്ക്, കുടുംബത്തേക്ക്, അവളുടെ ഗൃഹത്തിലേക്ക്. യാതോ ഭൂഹു ഉദ്ധവേന സാർദ്ധം, ഉദ്ധവനോട് കൂടിയിട്ട്, ഒറ്റയ്ക്കല്ല പോയത്, ഉദ്ധവനോട് കൂടിയിട്ടാണ്. സഹായിയായിട്ട് ഉദ്ധവനും കൂടി ഉണ്ടായിരുന്നു എന്നാണ്. അനുയായിയായിട്ട്, അനുചരനായിട്ട് ഉദ്ധവനുണ്ടായിരുന്നു. ഉദ്ധവനോട് കൂടി ആ സൈരന്ധ്രിയുടെ ഗൃഹത്തിലേക്ക് പോയി. യാതോ ഭൂഹു, യാതഃ അഭൂഹു, യാതഃ പോയവൻ, യാതഃ അഭൂഹു പോയവനായി, പോയി എന്നർത്ഥം. യാതോ ഭൂഹു സലളിതം, സലളിതമാണ് പോയത് എന്നാണ്. അതായത് സലളിതം എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള വിധത്തിൽ, അതായത് വേണ്ട വിധത്തിൽ സൈരന്ധ്രിയെ സന്തോഷിപ്പിക്കുന്നതിന് തക്കതായിട്ടുള്ള വിധത്തിലുള്ളതായിട്ടുള്ള വേഷഭൂഷാദികളൊക്കെ കൊണ്ട്, സലളിതം, വേഷഭൂഷാദികളോടുകൂടി വേണ്ട വിധത്തിൽ സൈരന്ധ്രിയുമായിട്ട് ചേരുന്നതിനുള്ളതായിട്ടുള്ള വേഷഭൂഷകളോട് കൂടിയിട്ട്, ഉദ്ധവേന സാർദ്ധം, ഉദ്ധവനോട് കൂടിയിട്ട് ആ സൈരന്ധ്രിയുടെ ആവാസസ്ഥാനത്തേക്ക് പോയി എന്നാണ് പറയണത്. സലളിതം ഉദ്ധവേന സാർദ്ധം സൈരന്ധ്ര്യാഹ ആവാസം, സൈരന്ധ്രിയുടെ ആവാസത്തിലേക്ക്, സൈരന്ധ്രിയുടെ വാസസ്ഥാനത്തേക്ക് പോയി എന്ന്. ത്വതുപഗമോത്സവം സദൈവ ധ്യായന്ത്യ, സൈരന്ധ്രിയുടെ ഒന്നും കൂടി വിശേഷം പറയുകയാണ്.
ത്വതുപഗമോത്സവം സദാ ഏവ ധ്യായന്ത്യാഹ. സദാ ഏവ, എല്ലായ്പ്പോഴും, അന്നു മുതൽ, കണ്ടതു മുതൽ അങ്ങനെ സൈരന്ധ്രി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ വരും 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 എന്നുള്ളത്. ഏഷ്യാമി എന്ന് പറഞ്ഞ് യാത്ര പറയുകയാണല്ലോ ചെയ്തത്. അപ്പോൾ ഭഗവാൻ വരാണ്ടിരിക്കില്ല എന്നുള്ള നിശ്ചയുണ്ട്. അപ്പം അങ്ങനെ ആ ത്വതുപഗമോത്സവം, അങ്ങ് വരുന്നതായിട്ടുള്ള ആ ഉത്സവം, അങ്ങ് വരണത് സൈരന്ധ്രിയെ സംബന്ധിച്ചിടത്തോളം ഉത്സവമാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ത്വതുപഗമോത്സവം, ത്വതുപഗമം, അങ്ങയുടെ വരവ്, അങ്ങയുടെ വരവാകുന്ന ഉത്സവത്തെ സദായേവ, എപ്പോഴും ധ്യാനിച്ചുകൊണ്ട്, എപ്പോഴാണോ ഭഗവാൻ വരണത്, എപ്പോഴാണോ ഭഗവാൻ വരണത് എന്നിങ്ങനെ, ആ ഉത്സവം എന്നാണ് ഉണ്ടാവുക എന്നിങ്ങനെ എപ്പോഴും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് സൈരന്ധ്രി. എന്നും വരാൻ വിരോധമില്ല ഭഗവാൻ എന്ന ആൾക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ ഉത്സവം, ത്വതുപഗമമാകുന്ന ഉത്സവത്തെ സദാ ഏവ ധ്യായന്ത്യാഹ, എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സൈരന്ധ്ര്യാഹ ആവാസം, സൈരന്ധ്രിയുടെ ആവാസത്തിലേക്ക്, ഗൃഹത്തിലേക്ക് യാതഃ അഭൂഹു, അങ്ങ് പോയവനായി തീർന്നു. തദനു, അനന്തരം സ്ഥിരം സ്മരാതുരായാഹ, വളരെയധികം കാലമായിട്ട്, അതായത് കണ്ടത് മുതൽ, സ്മരാതുരായാഹ, കാമ വികാരം കൊണ്ട് ആതുരയായി തീർന്ന, ക്ലേശിച്ചു ഇരുന്നവളും, ത്വതുപഗമോത്സവം സദാ ഏവ ധ്യായന്ത്യാഹ, അങ്ങ് വരുന്നതായിട്ടുള്ള ആ ഉത്സവത്തെ എല്ലായ്പ്പോഴും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവളും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവളും. പിന്നെ ഒരു വിശേഷം കൂടി അവിടെ പറയുന്നുണ്ട്, പ്രതിദിന വാസസജ്ജികായാഹ, പ്രതിദിനം, ദിവസേന വാസസജ്ജികയായിട്ട് ഇരിക്കുകയാണ് എന്നാണ്. അതായത് ഭഗവാൻ വന്നു കഴിഞ്ഞാൽ ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടതായിട്ടുള്ള ആ കിടപ്പുമുറി വേണ്ട വിധത്തിലൊക്കെ അലങ്കരിച്ച്, വാസസജ്ജികായ, വാസസജ്ജിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേണ്ട വിധത്തിലുള്ളതായിട്ട് കിടപ്പുമുറികളൊക്കെ ഒരുക്കി ദിവസേന ഭഗവാൻ വരും എന്ന് വെച്ച് വിചാരിച്ച് ആ മണിയറ, അത് ഭഗവാൻ വന്നാൽ സ്വീകരിക്കാനുള്ളതായിട്ടുള്ള മണിയറ, അതൊക്കെ ഒരുക്കി ദിവസേന സ്വയം അലങ്കരിച്ച് ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വേഷഭൂഷാദികളോടൊക്കെ കൂടി എന്നും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കും. ഭഗവാൻ തൻ്റെ വരം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളതായിട്ട് ഒരു വധുവിനെയാണ് വാസസജ്ജിക എന്ന് പറയുന്നത്. അപ്പോൾ ആ വാസസജ്ജികായാഹ സൈരന്ധ്ര്യാഹ, അങ്ങനെ വാസസജ്ജികയായിട്ടുള്ള സൈരന്ധ്രിയുടെ ഗൃഹത്തിലേക്ക്, ആവാസത്തിലേക്ക് എന്നും ഭഗവാൻ വരുന്നത് കാത്തുകൊണ്ട് മണിയറയൊക്കെ ഒരുക്കി സ്വയം അലങ്കരിച്ച് ഭഗവാന്റെ വരവും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ സൈരന്ധ്രിയുടെ ഗൃഹത്തിലേക്ക് ഭഗവാൻ ചെന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. സൈരന്ധ്ര്യാഹ തദനു ചിരം സ്മരാതുരായാഹ. ഇനി ത്വതുപഗമോത്സവം സദാ ഏവ ധ്യായന്ത്യാഹ, 3 വിശേഷണമാണ് അവിടെ. എന്താണ്? സ്മരാതുരായാഹ എന്നൊരു വിശേഷണം, ത്വതുപഗമോത്സവം സദാ ഏവ ധ്യായന്ത്യാഹ എന്ന് രണ്ടാമത്തെ വിശേഷണം, പിന്നെ പ്രതിദിന വാസസജ്ജികായാഹ എന്ന് 3ാമത്തെ വിശേഷണം. അങ്ങയുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട്, കാമാതുരയായിട്ട് ദിവസേന അങ്ങയുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് അതിനു വേണ്ടതായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം, മണിയറയൊക്കെ ശരിയാക്കി എന്നും കാത്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ സൈരന്ധ്രിയുടെ ഗൃഹത്തിലേക്ക്, അവളുടെ ആ അഭിലാഷം സാധിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങ് ഉദ്ധവനോടുകൂടി ഒരു ദിവസം പോയി എന്ന്. ഉപഗതേ ത്വയി പൂർണ്ണമനോരഥം പ്രമദസംഭ്രമകം പ്രഭയോധരം വിവിധമാനനമാദധതിം മുദാ രഹസിതം രമയഞ്ച കൃഷേ സുഖം. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സൈരന്ധ്രിയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് പറയാണ്. ഉപഗതേ ത്വയി, അങ്ങ് എത്തിയപ്പോൾ, അങ്ങ് വന്നു കഴിഞ്ഞതായ സമയത്ത്, ഭഗവാൻ അവിടെ എത്തിയപ്പോൾ, പൂർണ്ണമനോരഥം, പൂർണ്ണമായിട്ടുള്ള മനോരഥങ്ങൾ, ഭഗവാൻ എത്തി, ദിവസേന അത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയല്ലേ, ഭഗവാന്റെ വരവും കാത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ അങ്ങോട്ട് എത്തിച്ചേർന്നപ്പോൾ പൂർണ്ണ മനോരഥയായി, പൂർണ്ണമായ മനോരഥത്തോടു കൂടിയവളായി. മനോരഥം ആഗ്രഹം, ആ ആഗ്രഹം മുഴുവൻ സാധിച്ചവളായി തീർന്നിട്ട് ഭഗവാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സന്തോഷമായി, സമാധാനായി എന്നാണ്. പൂർണ്ണ മനോരഥം, പൂർണ്ണമായ മനോരഥത്തോടു കൂടിയവളും. ഇനി പ്രമദ സംഭ്രമ കമ്പ്ര പയോധരം, പ്രമദം അത്യധികമായിട്ടുള്ള സന്തോഷം, ആനന്ദ അതിരേകം,
ആ ആനന്ദാതിരേകം കൊണ്ടുണ്ടായതായ സംഭ്രമം, വല്ലാണ്ട് സന്തോഷിച്ചാലും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിശ്ചയില്ലാണ്ട് പോകും. അങ്ങനെ ആ പ്രമദം കൊണ്ടും സംഭ്രമം കൊണ്ടും ഭഗവാൻ വന്നപ്പോഴുണ്ടായതായിട്ടുള്ള ഒരു സംഭ്രമം എന്നും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും വന്നു കഴിഞ്ഞപ്പോൾ ആ ആനന്ദാതിരേകം കൊണ്ടുള്ളതായിട്ടുള്ള ആ ഒരു സംഭ്രമം അവിടെ ഉണ്ടായി എന്നാണ്. എന്നിട്ട് കമ്പ്രപയോധരം, കമ്പ്രമായ പദയോധരങ്ങളോട് കൂടിയത്. ആ പരിഭ്രമം ഉണ്ടാകുമ്പോൾ ദേഹമൊക്കെ വിറയ്ക്കും. അവിടെ ഇവിടെ പ്രത്യേകിച്ച് ഭുജങ്ങൾ, മുലകളൊക്കെ ഇങ്ങനെ മുല വീർത്തു വന്നതായിട്ടുള്ള ആ മുല അതൊക്കെ ഇങ്ങനെ വിറച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അതായത് എന്താ വേണ്ടത് നിശ്ചയില്ലാതെ കൊണ്ട് സന്തോഷാധിക്യം കൊണ്ട് വിറയ്ക്കുന്ന പയോധരങ്ങളോട് കൂടിയവളും പ്രമദം കൊണ്ടുണ്ടായ അത്യധികമായ ആനന്ദം കൊണ്ടുണ്ടായ സംഭ്രമം കൊണ്ട് വിറയ്ക്കുന്ന പയോധരങ്ങളോട് കൂടിയവളും പിന്നെ വിവിധ മാനനം ആദധതീം, വിവിധം മാനനം ആദധതീം, വിവിധമായിട്ടുള്ള പലതരത്തിലുള്ളതായിട്ടുള്ള മാനനം സൽക്കാരം എങ്ങനെയൊക്കെയാണ് ഭഗവാനെ സ്വീകരിക്കേണ്ടതെന്ന് നിശ്ചയില്ല. അപ്പോൾ ഭഗവാൻ വന്നു കഴിഞ്ഞപ്പോൾ ഏതൊക്കെ വിധത്തിൽ ഭഗവാനെ സ്വീകരിക്കണം എന്നുള്ളത് അറിയില്ല. വിവിധം മാനനം, വിവിധമായിട്ടുള്ള മാനനത്തെ, മാനനം ച ബഹുമാനിക്കൽ, ഭഗവാനെ സ്വീകരിക്കൽ, സൽക്കരിക്കൽ, അത് എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് നിശ്ചയില്ലാതെ കണ്ട് അത് പലതരത്തിലുള്ളതായിട്ടുള്ള സൽക്കാരങ്ങൾ ഭഗവാനെ ചെയ്തു വേണ്ട വിധത്തിൽ ഭഗവാനെ സൽക്കരിച്ചുകൊണ്ട് അങ്ങനെ വിവിധം മാനനം ആദസതീം, വിവിധമായിട്ടുള്ള മാനനത്തെ, ബഹുമാനിക്കലിനെ, സൽക്കാരത്തിനെ ചെയ്യുന്നവളും ആയിട്ടുള്ളതായ ആ സൈരന്ധ്രിയെ വിവിധ മാനനം ആദധതീം മുദാ, സന്തോഷത്തോടുകൂടി രഹസി താം രമയാഞ്ജകൃഷേ സുഖം, താം അവളെ ആ സൈരന്ധ്രിയെ രഹസിൽ ഏകാന്തതയിൽ അവളുടെ ആ വാസഗൃഹത്തിൽ ചെന്ന് മണിയറയിൽ അവളെ സ്വീകരിച്ച് രമയാഞ്ജകൃഷേ സുഖം, സുഖമായിട്ട് അവളെ സന്തോഷിപ്പിച്ചു. വേണ്ട വിധത്തിൽ അവളോടുകൂടി രമിച്ച് അവൾക്ക് വേണ്ടതായിട്ടുള്ള ആ സന്തോഷത്തെ നൽകി എന്ന്. അവൾ അതാണ് ആഗ്രഹിച്ചത്, അത് അവൾക്ക് കൊടുത്തു. ഏത് തരത്തിലാണ് ഭഗവാനെ സമീപിക്കുന്നത് ആ വിധത്തിലുള്ളതായിട്ടുള്ള പ്രവൃത്തി ഭഗവാനിൽ നിന്ന് അനുഗ്രഹം ഉണ്ടാവണു എന്നുള്ളതാണ്. ഉപഗതേ ത്വയി, അങ്ങ് സമീപിച്ചപ്പോൾ എത്തിച്ചേർന്നപ്പോൾ പൂർണ്ണമനോരഥം, പൂർണ്ണമായ മനോരഥത്തോടുകൂടി ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയായി തീർന്നതായിട്ടുള്ള അവൾ പ്രമദ സംഭ്രമ കമ്പ്രപയോധരം, പ്രമദം കൊണ്ട് അത്യധികമായ സന്തോഷം കൊണ്ട് പരിഭ്രമത്താൽ വിറയ്ക്കുന്ന കുജങ്ങളോടുകൂടി കമ്പ്രപയോധരം, വിറയ്ക്കുന്നതായിട്ടുള്ള പയോധരങ്ങളോട് കൂടിയവളും പിന്നെ വിവിധ മാനനം ആദധതീം, വിവിധമായിട്ടുള്ള മാനനത്തെ, പലതരത്തിലുള്ളതായിട്ടുള്ള സൽക്കാരത്തെ ചെയ്യുന്നവളും ആയ അവളെ മുതാ സന്തോഷത്തോടുകൂടി രഹസിൽ ഏകാന്തതയിൽ മദയാഞ്ജകൃഷയെ സന്തോഷിപ്പിച്ചു, മതിപ്പിച്ചു എന്ന് തന്നെയാണ് പറയണത്. മദയാഞ്ജകൃഷയെ മതിപ്പിച്ചു, അതായത് അവളായിട്ട് സുരതത്തെ അനുഭവിപ്പിച്ചുകൊണ്ട് അവളായിട്ട് ചേർന്നുകൊണ്ടത് അവളെ സന്തോഷിപ്പിച്ചു എന്ന്. രഹസിതം സുഖയാഞ്ജകൃഷേ സുഖം സൈരന്ധ്യാസ്തനുചിരം സ്മരാതുരായ യാതോ ഭൂസ്സലളിതമധവേന സാർദ്ധം ആവാസം തുതുപഗമോത്സവം സദൈവ ധ്യായന്ത്യ പ്രതിദിനവാസസജ്ജികായ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. സൈരന്ധ്രീ ദിനസരി നിന്റെ യാഗമത്തെ ധ്യാനിച്ചും രതിവിവശാ ഗൃഹത്തെയാകെ നന്നായി നിൻ വരവിനലങ്കരിച്ചു നിൽക്കേ കാണാൻ പോയൊരു ദിനം അങ്ങു മുദ്ധവനും. ഉപഗതേ ത്വയി പൂർണ്ണമനോരഥം പ്രമദ സംഭ്രമകം പ്രവയോധരം വിവിധമാനനമാദധതീം മുദാ രഹസിതം രമയാഞ്ജക്ഷേ സുഖം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. വരവു നിന്നുടെ കണ്ടു മനോരഥം സഫലമായിട നെഞ്ചിടിയോടവൾ പലതരം ഉപചാരവുമേകി നീ അവളോടൊത്തു രമിച്ചതിഗോപ്യമായി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.